ഹായ് ഫ്രണ്ട്സ്, ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. ഞങ്ങൾ പുതിയൊരു ചാനലാണ്, രഞ്ജൂസ് കൂട്ടെന്ന് പറയുന്ന പുതിയ ചാനൽ. അപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആദ്യമേ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ദുബായിലാണുള്ളത്. എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ചെറിയ യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാം. അപ്പോൾ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ തുടക്ക വീഡിയോ എന്ന് പറയാം. പക്ഷെ അത് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ നിൽക്കുന്നില്ല, സോറി. അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ഇടാം. നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അച്ഛനെയും അമ്മയ്ക്കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയായിരുന്നു. ആ ഒരു ചെറിയ വീഡിയോയിലിട്ട് നമുക്ക് പോവാം. ഓക്കെ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ സനുവൊക്കെ ഫസ്റ്റ് ടൈമാണ് ദുബായിൽ ബസ്സിൽ കയറുന്നത്. നമ്മളവിടെ പോയി മാളിൽ ചെന്നു. അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളെ എല്ലാം അലങ്കരിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. സനു ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ പോയിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലുതൊക്കെ അവർ കാണുന്നത്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് കാണുമ്പോൾ. പിന്നെ സനു അവിടെ ശരിക്കും എൻജോയ് ചെയ്തു ക്രിസ്മസ് ട്രീ. അവിടുത്തെ ചെറിയ ചെറിയ ബൾബും അതുമെല്ലാം പിടിച്ച് വലിക്കുമായിരുന്നു. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ ശരിക്കും അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയെന്നുള്ളൊരു ഇതിലായിരുന്നു അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അച്ഛന് തണുപ്പ് ഒട്ടും ടോളറേറ്റ് ചെയ്യാത്തൊരാളാണ്. അപ്പോൾ അച്ഛനത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. എന്നാലും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ കരോളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ കരോളൊക്കെ പോകുന്നൊരു ഫീലുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ നാട്ടിലെ കരോളൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കരോൾ ഞങ്ങളും കൂടെ പോയി അവരുടെ കൂടെ നടന്ന് ഞങ്ങളും കരോളൊക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ സനുവിനെ പോലെ തന്നെ വേറെയും കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊട്ടൊക്കെ കണ്ടിട്ട് ഭയങ്കര എൻജോയ് ഒക്കെ ചെയ്തിരുന്നു. കുറേ കുട്ടികൾ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ബഫൂണൊക്കെ കണ്ടിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ അതിൻ്റെ കൂടെ നടന്ന് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ ലോട്ടറി ടിക്കറ്റ് എടുത്തു. 1 മില്യൺ ലോട്ടറി അടിക്കുന്നതൊക്കെ വെച്ച് എടുത്താന്ന്. കുറേ നേരം കാത്തു നിന്ന് ഒന്നും അടിച്ചില്ല ഞങ്ങൾക്ക്. അതിൻ്റെ സങ്കടത്തിൽ ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ സനുവിനും അവിടെയുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറേ ആക്ടിവിറ്റീസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ലപോലെ കളിക്കാനൊക്കെ. സനുവിനെ അതിനൊന്നും കയറ്റിയില്ല. കാരണം അവൾ വളരെ കുട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്ര ഇതിലൊന്നും ഒക്കെ കയറാനൊന്നും പറ്റില്ല, പേടിക്കും. പിന്നെ ഞങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും അവിടെ നിന്നത്. സ്ഥലം ശരിയായില്ല. ഞങ്ങൾ ശരിക്കും മാളിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കണമായിരുന്നു. എന്നാലും നമുക്ക് ആ വാട്ടർ ഫൗണ്ടെയിനും പിന്നെ ഫയർ വർക്കും കൂടെ ഒന്നിച്ച് കണ്ടിരുന്ന നല്ലൊരു വിഷ്വൽ കിട്ടിയത്. പക്ഷെ നമുക്കത് പറ്റിയില്ല, സ്ഥലമില്ലായിരുന്നു. അതാണ് ശരിക്കുള്ള കട. നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ സനുവിനെ കൊണ്ട് ഒത്തിരി വീട് തിരക്കിടക്ക് കയറാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഒതുങ്ങി നിന്ന്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. സനു ഫയർ വർക്ക് ഞങ്ങൾ വിചാരിച്ച സനു പേടിച്ച് കാര്യമായിരുന്നു. പക്ഷേ സനു ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കുട്ടികളുടെ എൻജോയ്മെൻ്റ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. നല്ല തണുപ്പായതുകൊണ്ട് രാത്രിയൊക്കെ ആയി. അവർക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അച്ഛന് നമുക്കൊക്കെ തണുപ്പ് ഭയങ്കര സീനാണ്. അവർക്ക് ശരിക്കും നല്ല ടയേർഡായി. പിന്നെ പെട്ടെന്ന് ടാക്സിയൊക്കെ വിളിച്ച് പോയി. പക്ഷേ
ഫൗണ്ടെയിനും വെടിക്കെട്ടും കൂടിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി. അമ്മയ്ക്ക് വെടിക്കെട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അത് കണ്ടിട്ട് ഒത്തിരി സന്തോഷമായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ചു പോകുന്നു. ഭക്ഷണമൊക്കെ വരുന്ന വഴിക്ക് ഹോട്ടലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ വീട്ടിലെത്തി. ഓക്കെ, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായതിൻ്റെ പുതിയ തുടക്കമായതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.